ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രോക്കിനൊക്കെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്ന ബോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. സാറ്റിനിൽ 17 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 9 ഇഞ്ച് വീതിയാണ്. അപ്പോൾ നമ്മുടെ എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു സൈസിലുള്ള ബോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തായിട്ട് വേണ്ടത്, പിന്നെ ഞാനിത് അതുപോലെ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 3.5-4 ഇഞ്ചോളം നമുക്ക് വീതി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിൽ താഴേക്ക് റിബൺ പോലെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ ഈ എടുക്കുന്നത്. ബോക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു ഏകദേശം ഒരു 18 ഇഞ്ച് നമുക്ക് അളന്നെടുക്കാം. ഇവിടെ 3.5 ഇഞ്ച് വിഡ്ത്തും 18 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒരു 2 ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് താഴെ നിന്നൊരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര വീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിഫ് നെറ്റും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം. അപ്പോൾ ഈ നല്ല വശത്തേക്ക് ഇത് ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മളിതൊന്ന് മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ മടക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സെൻറ്റർ എടുത്തിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ മുതൽ ഒരു ഏകദേശം ഇവിടം വരേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടത് ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ അതേപോലെ തന്നെ സ്പേസ് കുറച്ച് ഇവിടെ സെൻറ്ററിൽ കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇവിടുന്ന് ഇതുവരെ അടിക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേത് ചെയ്ത പോലെ തന്നെ നമ്മൾ മറിച്ചിട്ടിട്ടാണ് പിന്നെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ ആക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിവിടെ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി സൂചിയിൽ നൂല് കോർത്തിട്ട് തുന്നി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഈ ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക.
ഞാനിവിടെ നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മടക്കി ഇങ്ങനെ മടക്കി അതേപോലെ ഈ ഭാഗത്തുനിന്നും ഇങ്ങനെ സെൻറ്ററിലോട്ട് മടക്കി പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിലൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് ഭാഗത്ത് ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂചി നൂലും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റിബൺ പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മടക്കണം. അപ്പോൾ മടക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ളത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം നേരെ ഇങ്ങനെ കോണാക്കി വെച്ച് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് ഇതേപോലെ തന്നെ ഈ താഴെ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെ കറക്റ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. നമ്മൾ ഇതിവിടെ വെച്ച് നേരെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിലും ബാക്ക് സൈഡിൽ വേണമെങ്കിലും ഒക്കെ കൊടുക്കാം. സ്കേർട്ടിനാണെങ്കിലും ടോപ്പിൻ്റെ ഒക്കെ ബാക്ക് സൈഡിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.